आपके नाम और नंबर से एक पार्सल भेजा जा रहा है जो कि ग्लोबल इंटरनेशनल कोरियर द्वारा न्यू दिल्ली से मलेशिया कोलालमपुर भेजा जा रहा है पार्सल. ഡൽഹിയിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കൊച്ചി സ്വദേശി അബ്ദുൾ റഹീമിന് ഒരു ഫോൺ വരുന്നത്. അബ്ദുൾ റഹീമിന്റെ പേരിൽ ഡൽഹിയിൽ നിന്നും കോലാലംപൂരിലേക്ക് ആരോ പാഴ്സൽ അയച്ചിട്ടുണ്ടെന്നും അതിൽ 16 പാസ്പോർട്ടുകളും 8 ATM കാർഡുകളും ലഹരിയും ഉണ്ടെന്നായിരുന്നു ആദ്യം ഭീഷണി. ഡൽഹി കോടതിയുടെ അറസ്റ്റ് വാറണ്ടും ഉണ്ടെന്ന് കാട്ടി ചില രേഖകളും തട്ടിപ്പ് സംഘം ഫോണിൽ അയച്ചു നൽകി. ഇതോടെ അബ്ദുൾ റഹീം ഞെട്ടി. ഞാനങ്ങനെ സാധനമൊന്നും ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പാർസൽ എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് എനിക്കൊരു സാധനം കുറച്ച് ഡ്രസ്സ് വരാനുണ്ട് ഖത്തറിൽ നിന്ന്. ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അറ്റൻഡ് ചെയ്ത് ലൈനിൽ നിന്നതിൻ്റെ കാര്യം. കസ്റ്റംസിൻ്റെ ഇതിൽ നിന്നും ഡൽഹി പോലീസിലേക്ക് പോയിട്ട് അവർ എൻക്വയറി നടത്തി ആ പാർസൽ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ യു ആർ ഇൻ എ ബിഗ് ട്രബിൾ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ വലിയ സംഭവമാണ്. നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, നിങ്ങളുടെ ഡൽഹിയിൽ. അപ്പം നിങ്ങളുടെ അസറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അസറ്റ്സ് നമ്മൾ സീസ് ചെയ്യണം. അത് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓർഡർ വന്ന് അസറ്റ് സീസ് ചെയ്യാറുള്ളത്. പിന്നാലെ ഡൽഹി പോലീസ് എന്ന് പരിചയപ്പെടുത്തി മറ്റൊരാൾ വിളിച്ചു. സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതായി കാണിക്കുന്ന CBI മുദ്രയുള്ള നോട്ടീസും അയച്ചു നൽകി. സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും തനിക്ക് ബന്ധമില്ലെന്നും അബ്ദുൾ റഹീം വ്യക്തമാക്കിയപ്പോൾ ID മറ്റാരെങ്കിലും ബോധപൂർവം ഉപയോഗിച്ചതാകാമെന്നും പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സഹായിക്കാമെന്നും അവർ അറിയിച്ചു. അതിനായി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്നും നടപടിക്രമം അവസാനിച്ചാൽ തുക തിരികെ കിട്ടുമെന്നും പറഞ്ഞു. രേഖകളൊക്കെ കണ്ട് ഭയന്ന അബ്ദുൾ റഹീം 40,000 രൂപ ഡൽഹിയിൽ നിന്ന് വിളിച്ചവർക്ക് അയച്ചു കൊടുത്തു. നിങ്ങളുടെ പൈസ എവിടെയും പോകില്ല, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങി വെക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ തിരികെ കിട്ടും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പൈസ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ വന്നില്ല. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം ഞാൻ വാട്സപ്പിൽ ഇത് ഈ 1.5 മണിക്കൂറും ഞാൻ ഈ വാട്സപ്പ് വീഡിയോ കോളിൽ തന്നെയാണ്. ഇതോടെയാണ് സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് റഹീം സൈബർ സെല്ലിലും തോപ്പുംപടി പോലീസിലും പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.